സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് കോമ്പിറ്റൻസിയും ടൈപ്പ് ഓഫ് കോമ്പിറ്റൻസിയുമാണ്. നമുക്കറിയാം, ഒരു ഓൺട്രപ്രണർ സക്സസ് ആവണമെങ്കിൽ വെറുതെ സക്സസ് ആവില്ല, സെർട്ടൺ കോമ്പിറ്റൻസീസ് വേണമെന്ന്. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കോമ്പിനേഷൻസാണ് കോമ്പിറ്റൻസി. എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻസാണ്? കോമ്പിനേഷൻസ് ഓഫ് നോളജ്, സ്കിൽസ്, അപ്രോപ്രിയേറ്റ് മോട്ടീവ്സ് ആൻഡ് ട്രേഡ്സ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻസാണ്. ഇതിന് ഹാർഡും സോഫ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. ഹാർഡ് നമ്മൾ കോളേജിൽ നിന്നോ എക്സ്പീരിയൻസിൽ നിന്നോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നേടിയെടുക്കും. സോഫ്റ്റ് അങ്ങനെ നേടിയെടുക്കാൻ പറ്റില്ല, അത് നമ്മൾ കോൺഷ്യസ് ആക്ടിവിറ്റി. അതുകൊണ്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഹീസനെ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. കാരണം സാൻഡ്വിച്ച് ആ ബണ്ണ് നമുക്ക് തരുള്ളൂ, അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനം അത് സോഫ്റ്റ് സ്കിൽ, അത് നമ്മൾ തന്നെ എൻക്വയർ ചെയ്യണം. ഇനി ഒരു മാനേജർക്ക് വേണ്ട കോമ്പിറ്റൻസി പേഴ്സണൽ കോമ്പിറ്റൻസീസ് ഉണ്ടെന്നും വെഞ്ചർ ഇനീഷ്യേറ്റീവ് കോമ്പിറ്റൻസി ഉണ്ടെന്നും പറഞ്ഞു. ഓക്കെ, അതിൽ വെഞ്ചർ ഇനീഷ്യേറ്റീവ് സക്സസ് കോമ്പിറ്റൻസീസ് ഉണ്ട്. അപ്പോൾ ഈ വെഞ്ചർ ഇനീഷ്യേഷൻ മുമ്പാണ് പേഴ്സണൽ എൻ്റർപ്രണറിയൽ കോമ്പിറ്റൻസീസ് ഏതാണെന്ന് നോക്കുക. ഇനീഷ്യേറ്റീവ്, ഇത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആവാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. ലീഡർക്കും ഒരു ഇനീഷ്യേറ്റീവ് ആവശ്യമാണ്. ബി ആൻഡ് പ്രോ ആക്റ്റീവ് എന്ന് പറയും. ഇനീഷ്യേറ്ററിന് ഷീ ഈസ് വെരി പ്രോ ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറയണ മുമ്പിനെ കാര്യം ചെയ്യും. അതാണ്. റിയാക്റ്റീവ് വെച്ചാൽ പറഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യുക. പ്രോ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ചുമക്കുന്നു, അപ്പോൾ വെള്ളം വേണമെന്ന് ചോദിക്കുക, ദാറ്റ്സ് എ പ്രോ ആക്റ്റീവ് ക്യാരക്ടറാണ്. ഓക്കെ, ഒരാൾ വരുന്നു, നമുക്ക് എനിക്ക് നിന്ന് കൊടുക്കുക. വി ഹാവ് ടു ബി പ്രോ ആക്റ്റീവ്. ഈ പ്രോ ആക്റ്റീവ്നെസ് ഒക്കെ മനസ്സിലാക്കി ചെയ്യലാണ് ശരിക്കും പ്രോ ആക്റ്റീവ്സ്. ഇതൊക്കെ ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ക്വാളിറ്റിയാണ്. എന്തെങ്കിലും ഫസ്റ്റ് മൂവ് ചെയ്യേണ്ടതില്ല. അതായത് നമ്മൾ പറയില്ലേ, ആ തുടങ്ങാനുള്ള ആവേശം വേണം. തുടക്കം പകുതി തുടങ്ങിയാൽ ഫുള്ളായി എന്ന് പറയും. അതായത് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൂവ് എപ്പോഴും ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് മൂവ് വളരെ ചെയ്യണം. അപ്പോൾ ആണ് ഇനീഷ്യേഷൻ ആവശ്യമാണ്. ഇനീഷ്യേറ്റീവ് ആയിരിക്കണം. എബിലിറ്റി ടു സീ ആൻഡ് ആക്ട് ഓൺ ഓപ്പർച്യൂണിറ്റീസ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഓൺട്രപ്രണർ ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ടേക്ക് ആക്ഷൻ ഓൺ സച്ച് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങളെ കണ്ടുപിടിക്കാനുള്ള കഴിവ് വേണം. നമ്മൾ സാധാരണ സക്സസ് ആയ ആൾക്കാർ നോക്കി, അവരെല്ലാം അവസരങ്ങൾ നന്നായി ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ എത്ര ബിസിനസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സാനിറ്റൈസേഴ്സിൻ്റെ ബിസിനസ്സിലേക്ക് വന്നവരുണ്ടായിരിക്കും. ആ മെഷീൻ നോക്കൂ, കാൽ ചവിട്ടുന്ന പെഡൽ സ്റ്റാൻഡോട് കൂടിയിട്ട് നമ്മൾ സാനിറ്റൈസേഴ്സ് വരുന്ന മെഷീൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിൽ കണ്ടെത്തണം. അതായത് ഒബ്സ്റ്റക്കിൾസ് പറയുക, നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ അവസരങ്ങളായിട്ട് ഉപയോഗിക്കുക വേണം. ഓക്കെ, അവസരങ്ങൾ നമ്മൾ ചലഞ്ച് കണ്ടുപിടിക്കരുത്. ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സച്ച് ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ടാക്കിൾ ചെയ്യണം. ഓപ്പർച്യൂണിറ്റി കാണുകയും അത് ടാക്കിൾ ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ്, മൂന്നാമത്തെ പെർസിസ്റ്റൻസ്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് സ്ഥിരമായിട്ട് കാര്യം ചെയ്യാൻ ഇൻട്രസ്റ്റ്. നമ്മൾ കുറച്ച് കാലം ചെയ്യും, നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യിച്ചു, അപ്പോൾ നമ്മൾ തോറ്റിയപ്പോൾ ചെയ്യില്ല. പെർസിസ്റ്റൻസ് ഉണ്ടാവണം. സ്ഥിരോത്സാഹമാണ് പെർസിസ്റ്റൻസിൻ്റെ മീനിങ്. അതായത് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ആർ ഫേസിങ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഇപ്പോൾ ചിലപ്പോൾ കുറേ അങ്ങോട്ട് പോയി, ഇപ്പോൾ നമുക്കറിയാം ദാക്ഷാണി ബിസ്ക്കറ്റ് നോക്കൂ, മോഹൻലാലിൻ്റെ ദാക്ഷാണി ബിസ്ക്കറ്റ് കുറേ അത് കിട്ടാൻ സാങ്ഷൻ ബുദ്ധിമുട്ട്, ഇത് കിട്ടാൻ ബുദ്ധിമുട്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, അങ്ങനെ കുറേ സിനിമകളൊക്കെ കാണില്ല. ഒക്കെ ശരിക്കും ഓൺട്രപ്രണറുടെ പ്രോബ്ലംസൊക്കെയാണ്. ഇപ്പോൾ ഒരു ബിസിനസ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് ഇന്നൊന്നും അത്രയും ബുദ്ധിമുട്ടില്ല. ഒരു ക്യാരി ഓൺ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഭയങ്കര അധികം വി ഹാവ് ടു ഫേസ് ലോട്ട്സ് ഓഫ് ഡിഫിക്കൽട്ടീസ്. അപ്പോൾ നമ്മൾ ആ ഡിഫിക്കൽട്ടി നമ്മൾ ഡിസ്ഹേർട്ടഡ് ആയിട്ട് യാതൊരു കാര്യം ഡിസ്ഹേർട്ടഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം നമ്മൾ ഒരു പ്രാവശ്യം പോയി ശരിയല്ല, രണ്ടാമത്തെ പ്രാവശ്യം പോയി ശരിയല്ല, പിന്നെ നീ വിട്ടുകളയുന്ന ക്യാരക്ടറാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്കൊരു ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസീസ് ഇല്ല. അപ്പോൾ ഡിസ്ഹേർട്ടഡ് ആവരുത്, പെർസിസ്റ്റൻ്റ് ആയിരിക്കും. ലക്ഷ്യം നേടുന്ന പോലെ നമ്മളെന്തായിരിക്കണം? പെർസിസ്റ്റൻസ് ആയിരിക്കണം. ഈ ചൈനീസ് പ്രോവർബിൽ പറയുന്നുണ്ട്, നമ്മൾ പറയില്ലേ, ഫോൾ 7 times, സ്റ്റാൻഡ് അപ്പ് 8. മൂന്നാമത്തെ ഇൻഫോർമേഷൻ സീക്കിങ്. നമ്മളുടെ ഗോളിലേക്ക് എത്തിക്കാൻ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ഓൾവേസ് കീപ് ഹിസ് ഐ ആൻഡ് ഇയർ അപ്പോൺ
കൈയും ഇയറും ഓപ്പൺ ആക്കിയിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, ഓൾവേസ് ആക്സെപ്റ്റ് ന്യൂ ഐഡിയാസ്. എന്നിട്ട് അതെങ്ങനെയാണ് ഈ ന്യൂ ഐഡിയാസ് എങ്ങനെയാണ് ഹിസ് ഏബിൾ ടു റിയലൈസ് ഹിസ് ഗോൾസ് റിയലൈസ് ചെയ്യാൻ ഈ ഐഡിയാസ് എങ്ങനെയെന്ന് മനസ്സിലാക്കി വയ്ക്കും. അത് ഇനിയിപ്പോൾ എക്സ്പെർട്ട് അഡ്വൈസിൽ നിന്ന് വലിയ ഉപദേശം വേണമെങ്കിൽ അതും ചെയ്യാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ എന്തായിരിക്കും, ഇൻഫോർമേഷൻ സീക്കറായിരിക്കണം. ഇനിയുള്ള പോയിൻ്റ് ഏതാ, നെക്സ്റ്റ് പോയിൻ്റ് കാണാനുണ്ടോ? ഓക്കെ, കൺസേൺ ഫോർ ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക്. അതായത് ഓൺടർപ്രണർ പേഴ്സൺ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് എന്താണ് എക്സലൻ്റ് ആയിരിക്കണം. ഓക്കെ, ഹൈ ക്വാളിറ്റി ആയിരിക്കണം. നമ്മൾ കമ്പയർ ചെയ്യുന്ന മറ്റുള്ള പ്രൊഡക്റ്റിനെയും കാട്ടി വി കമ്പയർ ദെയർ ഓൺ വർക്ക്. എപ്പോഴും ഈ ഹൈ ക്വാളിറ്റി വേണം, എക്സലൻസ് വേണം എന്നൊക്കെ പറയാം. മറ്റുള്ളൊരാൾ ക്വാളിറ്റി കുറയ്ക്കാന്നുള്ളതല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിനെയും കാട്ടി ഈ ക്ലാസ്സിൽ എൻ്റെ പ്രസൻറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ എൻ്റെ സെമസ്റ്ററിനെ കാട്ടി ഈ വർഷത്തെ മാർക്ക് എനിക്ക് കൂടുതൽ, ആ കുട്ടിയുടെ മാർക്കിനെ കാട്ടി എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനും കാട്ടി ചിന്തിക്കുന്നത് എല്ലാ ഐഡിയയിൽ എന്ന് പറയുന്നത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ സ്കില്ല് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക്, കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക്. കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കാണ്. അതായത് കസ്റ്റമേഴ്സിന് കമ്മിറ്റ്മെൻറ്റ് വേണം, നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ ജോബ് കമ്മിറ്റഡ് ആയില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒന്നും സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി വരില്ല. എനിക്കത് പറ്റിയില്ല ഇത് പറ്റിയെന്ന് പറയാം. നമ്മളിപ്പോൾ കമ്മിറ്റഡ് അല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ സ്റ്റഡീസിൽ കമ്മിറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പരീക്ഷ ദിവസം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പറയുമ്പോൾ നമ്മൾ കുറേ എക്സ്ക്യൂസസ് പറയുന്നതുകൊണ്ട് നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായി നമ്മളൊക്കെ സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. ഓക്കെ, എൻ്റെ തൊട്ട വീട്ടിൽ പൂരമായതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റില്ല പറഞ്ഞാൽ നമുക്ക് കമ്മിറ്റഡ് അല്ല. വി ആർ നോട്ട് കമ്മിറ്റഡ് ടു അവർ സ്റ്റഡീസ്. കമ്മിറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് കമ്മിറ്റഡ് ടു എഫിഷ്യൻസി. ഒരു ഓൺടർപ്രണർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്യൂ റിസോഴ്സസ് വെച്ചിട്ട് അല്ലെങ്കിൽ ലോവർ കോസ്റ്റിൽ എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് ബെറ്റർ വേയിൽ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വർക്ക് ഈസി ആവാനും സിമ്പിൾ ആവാനും ബെസ്റ്റ് ആവാനും എക്കണോമിക്കൽ ആവാനും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യണം. ദെൻ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു ഓൺടർപ്രണർക്ക് വേണ്ട ഫാക്ടറാണ്. ചില ആൾക്കാർ ഞാൻ പറയാറ്, ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല, കാരണം പ്ലാൻ ചെയ്ത പോലെ നടക്കില്ല. എനിക്കറിയില്ല അത് സക്സസ് ആയിട്ടുണ്ടോയെന്ന്. പക്ഷെ സക്സസ് ആയ ഏത് ആൾക്കാരനെയും നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാവരും നല്ല പ്ലാനർ എക്സിക്യൂട്ടർ ആയിരുന്നു. പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രം നടക്കില്ല, പക്ഷെ നന്നായി നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ മാത്രമേ വി ക്യാൻ ഏബിൾ ടു ആൻറ്റിസിപ്പേറ്റ് ദി ഒബ്സ്റ്റിക്കിൾസ് ആൻഡ് ഇവാലുവേറ്റ് ദി ഓൾട്ടർനേറ്റീവ്സ്. നമുക്ക് വല്ല ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണെങ്കിലും അതുപോലെ ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. വി ഡെവലപ്പ് എ ഗുഡ് പ്ലാൻ. നമ്മൾ പ്ലാനെ സബ് ടാസ്ക് ഒക്കെ ആയിട്ട് മുറിക്കുക, ബ്രേക്കപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ മിനി ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്സൊക്കെ അവൈലബിളാണ്, മിനി ഹാബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞത്. കാരണം നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായി നമ്മൾ പ്ലാൻ ചെയ്യും. 1 മണിക്കൂർ ജിം ചെയ്യും, 1 മണിക്കൂർ എക്സസൈസ് പ്രയർ ചെയ്യും, 1 മണിക്കൂർ നമ്മൾ ജോഗിങ് ചെയ്യും, അങ്ങനെ 1 മണിക്കൂർ അത് റീഡ് ചെയ്യും, 1 മണിക്കൂർ റൈറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അൺസിസ്റ്റമാറ്റിക് അൺറിയലിസ്റ്റിക് ആയിരിക്കും. അത് നമ്മൾ പക്ഷേ പ്ലാൻ ചെയ്യുമ്പോൾ ഒത്തിരി റിയലിസ്റ്റിക് ആവണമെന്ന് മാത്രമല്ല. ഇപ്പോൾ 5 മിനിറ്റ്സ് സ്മോൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 25 ടാസ്ക് ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിക്കും. 5 മിനിറ്റ്സ് നമുക്ക് ഇഷ്ടം പ്രകാരം ടൈം ഉണ്ടായിരിക്കും. സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആയിരിക്കണം. പ്രോബ്ലം സോൾവിങ് ഉണ്ടാവും. ചില ആൾക്കാരെ പ്രോബ്ലത്തിൽ നിന്ന് വരുമ്പോൾ പ്രോബ്ലം അവോയ്ഡിങ് ആറ്റിറ്റ്യൂഡാണ്. പോവാതിരുന്നാൽ മതിയല്ലോ, അങ്ങനെയല്ല. ഒരു പ്രശ്നം ഉണ്ടാവുക, ഞാൻ പോയോണ്ടാണല്ലോ പോവുക, അങ്ങനെ പ്രോബ്ലം അവോയ്ഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, പ്രോബ്ലം സോൾവ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഇങ്ങനെ പ്രോബ്ലത്തെക്കുറിച്ച് ചിന്തിക്കും, നമ്മൾ സൊല്യൂഷൻ സൈഡ് ചിന്തിക്കുക. അപ്പോൾ പ്രോബ്ലം സോൾവർ ആയിരിക്കണം. ഓൺടർപ്രണേഴ്സിനെ സപ്പോസ് ടു ബി പോസസ് സ്കിൽ ഫോർ ഐഡൻറ്റിഫൈ ന്യൂ ആൻഡ് പൊട്ടൻഷ്യൽ യൂണിക് ഐഡിയാസ് ടു റീച്ച് ദെയർ ഗോൾ. അപ്പോൾ ഇങ്ങനെ ന്യൂ ഐഡിയാസും ഇന്നോവേഷൻ സൊല്യൂഷൻസും ആയിരിക്കണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ദെൻ അസർട്ടീവ്. സബ്മിസീവായ ക്യാരക്ടറുണ്ട്, അഗ്രസീവാണ്, അസർട്ടീവാണ്. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്യാരക്ടർ. അഗ്രസീവും പെസമിസവും നല്ലതല്ല. നമ്മൾ അസർട്ടീവായിരിക്കുക. വി ഹാവ് ടു ഡെവലപ്പ് അസർട്ടീവ്നെസ് ക്യാരക്ടറിസ്റ്റിക്സ് അത്യാവശ്യമാണ് പേഴ്സണലായിട്ട്. പിന്നെ പെർസ്വേഷൻ. നമ്മൾ ഒരു ബിസിനസ്മാനാണ്, ആൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. എന്താണ്, പെർസ്യൂ ആൻഡ് കൺവേസ് ദിയർ പ്രൊഡക്റ്റ് ടു അതർ പേഴ്സൺസിനോട് ഫോഴ്സ് ചെയ്ത് വാങ്ങിപ്പിക്കാനുള്ള അയാൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സും അയാൾ ആക്ടിവിറ്റീസിലും
സക്സസ് ആവുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വേണ്ട ഒരു ക്വാളിറ്റി പറയണത്. അതായത് അയാളുടെ പ്രൊഡക്റ്റും സർവീസസും നന്നായിട്ട് വിൽക്കാൻ പറ്റുന്നു, അത് മറ്റുള്ളവരിൽ വിൽപ്പിക്കാനുള്ള ഒരു പെർസ്വേഷൻ വേണം. അതായത് മറ്റുള്ളവരോട് എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാനും പറയാതിരിക്കാനും ഒക്കെ കഴിവുകൾക്ക് പെർസ്യൂ ചെയ്യണം. ഓക്കെ, അത് ഈ കോമ്പിറ്റൻസി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. സെൽഫ് കോൺഫിഡൻ്റ് ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരോട് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണ്, ഇന്ന കാര്യം ചെയ്യാൻ പറ്റും, ഇന്ന പ്രൊഡക്റ്റ് സംശയം വരാൻ പാടില്ല. അതാണ് പെർസ്യൂറൻസ് എന്ന് പറയുന്നത്. ദെൻ യൂസ് ഓഫ് ഇൻഫ്ലുവൻസിങ് സ്ട്രാറ്റജി. ലിങ്ക് ഇത് പറയുകയാണെങ്കിൽ ഓൺട്രപ്രണേഴ്സിന് എന്താണ് ഈ കോമ്പിറ്റൻസി ഉണ്ടെങ്കിലാണ്, ഇൻഫ്ലുവൻസിങ് സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫേവറബിൾ ടേംസിൽ അയാൾക്ക് ഓർഡർ കിട്ടാനും ഫിനാൻസ് അറേഞ്ച് ചെയ്യാനും പറ്റുള്ളൂ ഈസി ആയിട്ട്. അപ്പോൾ ഇൻഫ്ലുവൻസിങ് സ്ട്രാറ്റജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും 12 പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഇത്രയും 12 പോയിൻറ്റ്സ് ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓൺട്രപ്രണർ മാത്രമല്ല നല്ല ലീഡറും കൂടി ആവാം. കാരണം സക്സസ് ആവാനും പറ്റും. ഒരു സക്സസ് ആയ പേഴ്സൺ ഈ ക്വാളിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ വെരി സക്സസ്ഫുൾ ആണ്. കാരണം ഒരു സക്സസ് ആയ പേഴ്സൺ ഓൾവേസ് ഇനീഷ്യേറ്റീവ് എടുക്കും, അയാൾ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യും, സ്ഥിരമായിട്ട് പെർസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് സീക്ക് ചെയ്യും, അതുപോലെ തന്നെ ക്വാളിറ്റിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, അത് ക്വാളിറ്റി ഉണ്ടായിരിക്കും, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, എഫിഷ്യൻസി ഉണ്ടായിരിക്കും, സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങും പ്രോബ്ലം സോൾവും അസർട്ടീവ്നെസ്സും പെർസ്വേഷനും ഒക്കെ ഉണ്ടാവും. ഓക്കെ, വളരെ വീഡിയോ കൂടി പോയിട്ടുണ്ടോ നോക്കിയതാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് കോമ്പിറ്റൻസീസ് ഓഫ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ കമണ്ടർ പേഴ്സണൽ കോമ്പിറ്റൻസീസിൽ വരുന്നത്. ഓക്കെ, പേഴ്സണൽ കോമ്പിറ്റൻസീസ് ഇത്രയും കോമ്പിറ്റൻസീസ് ഇല്ലെങ്കിൽ ഇതിൽ ഓരോ കോമ്പിറ്റൻസീസ് എങ്ങനെ കൂട്ടാൻ ഷോർട്ട് വീഡിയോസ് എടുക്കാൻ നല്ലതാണ്. ഹൗ ടു ഇംപ്രൂവ് യുവർ സെൽഫ് കോൺഫിഡൻസ്, ഹൗ ടു ബി എൻ അസർട്ടീവ്, ഹൗ ടു ബി എ പ്രോബ്ലം സോൾവർ, ഹൗ ടു മേക്ക് എ ഗുഡ് പ്ലാനിങ്, ഇങ്ങനെ പറഞ്ഞ് കുറേ ഷോർട്ട് 3 മിനിറ്റ്സ് വീഡിയോസ് ശരിക്കും നിങ്ങൾ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അല്ല അങ്ങനത്തെ വീഡിയോസും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണ പേഴ്സണൽ ഓൺട്രപ്രണോറിയൽ കോമ്പിറ്റൻസീസ്. ഓക്കെ.